അനന്യ ഓട്ടിസ്റ്റിക് ആണോ? അല്ല, ഓട്ടിസ്റ്റിക് ആണ്. ഓട്ടിസ്റ്റിക് ആണ്. സ്പെഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത്. HAL സ്പെഷ്യൽ സ്കൂൾ ഫോർ ദിസ് ചൈൽഡ്. ഓക്കെ. എന്ത് ചെയ്യുന്നു താങ്കൾ? എന്ത് ചെയ്യുന്നു? ഞാൻ എയർഫോഴ്സിലാണ്. എയർഫോഴ്സിലാണ്. ബാംഗ്ലൂർ തന്നെയാണ്. അമ്മ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. അപ്പോ വർക്ക് മോളെ തന്നെ വലിയ വർക്ക്. മോള് ഒരുപാട് പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പെഷ്യൽ സ്കൂളിന്റെ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ ബാംഗ്ലൂരിൽ പങ്കെടുത്തിട്ടുണ്ട്. 2 തവണയും ഇൻസ്ട്രുമെന്റിനും വോക്കലിനും ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. ഗോഡ്സ് ഫേവറേറ്റ് ചിൽഡ്രൻ എന്നാണ് പറയാറ് അല്ലേ? എപ്പോഴും ഞാൻ ചോദിക്കട്ടെ, എന്താന്ന് വെച്ചാൽ അപ്പൊ ഈ സ്പെക്ട്രത്തിലാവുമ്പോൾ ഒരുപാട് കഴിവുകൾ ഉണ്ടാവുമല്ലോ. എന്തൊക്കെയാണ് നിങ്ങൾ ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞ കഴിവുകൾ പറയും? കാരണം ഇനിയും ഒരുപാട് ഡിസ്കവർ ചെയ്യാനുണ്ടാവും. ഇപ്പൊ ഡിസ്കവർ ചെയ്തിരിക്കുന്ന കഴിവുകളിൽ ഒന്നാണ് സിംഗിങ് ടാലന്റ്. സിംഗിങ്, കീബോർഡ് വായിക്കും. കീബോർഡ് വായിക്കും. പിന്നെ ഇനി അടുത്ത ടാലൻസ് എല്ലാം ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അല്ലെ? ഓക്കെ, നമുക്കൊന്ന് ആ പാട്ട് കേൾക്കാം. ആ പാട്ട് കാരണം വെച്ചാൽ ഇപ്പോഴേ പാടിക്കൊണ്ടിരിക്കുകയാണ്, പാടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോ നമുക്ക് പാട്ടൊന്ന് കേൾക്കാം. ഓക്കെ, ഏത് പാട്ടാ മോള് പാടാൻ പോണേ? മോള് ഒരു ആൽബത്തിന് വേണ്ടി പാടി. ഓക്കെ, അതും ഒരു റെക്കോർഡ് തന്നെയാണ്. അതായത് ഒരു ഓട്ടിസ്റ്റിക് ചൈൽഡ് പാട്ടുകൾ കേട്ടിട്ട് സിനിമാ പാട്ട് പാടിയിട്ടുള്ളൂ. ആദ്യമായിട്ട് ഒരു കുട്ടി ഒരു പുതിയ പാട്ട് പാടുന്നത്, ഓട്ടിസ്റ്റ് ചൈൽഡ് ഒരു പുതിയ പാട്ട് പാടുന്നത് ആദ്യമായിട്ടാണ്. അതൊരു ഭയങ്കര അച്ചീവ്മെന്റ് ആണ്. കാരണം സാധാരണഗതിയിൽ കേട്ട് പഠിക്കാൻ പറ്റും, പക്ഷേ സ്വന്തമായിട്ടൊരു പാട്ട് പഠിച്ചു പാടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്രില്യന്റ് തിങ്. മുരളി അപ്പാടത്താണ് എന്റെ മ്യൂസിക് ഡയറക്ടർ. അതിന്റെ വരികൾ എഴുതിയ ശ്രീലത എന്ന് പറഞ്ഞ മേഡമാണ്. ഓ, അത് ശരി. ഓക്കെ, അപ്പോ അനന്യ പാട്ട് പാടാം. നെഞ്ചു പൊട്ടി ഞാൻ തേങ്ങിടുമ്പോൾ ഗുരുവായൂരമ്പല ശ്രീകോവിലിൻ മുന്നിൽ ഇടനെഞ്ചു പൊട്ടി ഞാൻ തേങ്ങിടുമ്പോൾ ഉണ്ണിയായി വന്നെന്നെ കണ്ണീർ തുടയ്ക്കുന്ന അമ്പാടി പൈതലാ ഭഗവാനേ, അമ്പാടി പൈതലാ ഭഗവാനേ. ഗുരുവായൂരമ്പല ശ്രീകോവിലിൻ മുന്നിൽ ഇടനെഞ്ചു പൊട്ടി ഞാൻ തേങ്ങിടുമ്പോൾ ആശ്രയമറിയുന്നു ഭഗവാനെ. ഗുരുവായൂരമ്പല ശ്രീകോവിലിൻ മുന്നിൽ ഇടനെഞ്ചു പൊട്ടി ഞാൻ തേങ്ങിടുമ്പോൾ. സത്യം പറഞ്ഞാല് ഈ കഴിവ് എന്തായാലും അത് കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിച്ചു എന്നുള്ളത് മാത്രമല്ല, അതിനെ ഇങ്ങനൊരു പാട്ടായിട്ട് ആദ്യമായിട്ട് കൊണ്ടുവരാൻ മുരളിയെ പോലൊരാള് മുൻകൈ എടുത്ത് ഇറങ്ങി കുട്ടികളെ ഒരുപാട് പാട്ട് പാടിച്ചത്. അപ്പൊ ജിബി, പാട്ടിൽ ആ കുട്ടി റിഥം പിടിക്കുന്നത്, കരോക്കയില്
നമുക്ക് എപ്പോഴും നമ്മൾ ഇങ്ങനെ നിൽക്കുക, ഇത് എപ്പോൾ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നുള്ളൊരു സംഭവം. അതുപോലെ ഹൈ പിച്ചൊക്കെ പോകുമ്പോൾ ഒതുക്കി പാടിയിട്ട് അതിന്റെ ആ ഒരു ശ്രുതിയൊന്നും തെറ്റാതെ വളരെ സ്വീറ്റ് ആയിട്ട് വോയിസ് കൺട്രോൾ ചെയ്ത് പാടിയിട്ട് ശരിക്കും പാടുമ്പോൾ ആള് വേറൊരു സ്വഭാവമാണ് മൊത്തത്തില്. നമ്മളെപ്പോഴും പറയും ലൈഫില് താളം എന്ന് പറയുന്നതാണ് എല്ലാം. നമ്മൾ താളം തെറ്റുമ്പോഴാണ് ഈ പ്രശ്നം മൊത്തം. നമ്മളെക്കാൾ എത്രയോ അധികം താളമുള്ള കുട്ടിയാണ്. സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിച്ചോ, അവർക്ക് സ്പെഷ്യൽ ആയിട്ടൊരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പേര് തന്നെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വരുവാനിലാരുമിന്നൊരു നാളും ഈ വഴിക്കറിയാം, അതെന്നാലുമെന്നും പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ, ഇന്നും വെറുതെ മോഹിക്കുമല്ലോ. പലവട്ടം പൂക്കാലം വഴിതെറ്റി പോയിട്ടങ്ങൊരു നാളും പൂക്കാമാകുമ്പിൽ, അതിനായി മാത്രമായൊരു നേരം ഋതുമാറി മധുമാസമണയാറുണ്ടല്ലോ. ഒരു പാട്ടും കൂടി കേട്ടാലോ, കേട്ടിട്ട് തിരിച്ചു വരാം അല്ലേ പകർച്ചേടാ? കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ശ്യാമവർണ്ണ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമൂടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ ഉൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ
കൃഷ്ണ 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 പകർച്ചേട്ടാ ഓ എന്താ പറയണ്ടത്, എന്തു പറഞ്ഞാൽ മതിയാവും. അതാണ് നമുക്ക് ഈ മനസ്സിങ്ങനെ നമ്മള് എന്താ പറയാ വല്ലാതെ ഒരു വിങ്ങല് പോലെ ചില സമയത്ത് നമുക്ക് വാക്കുകൾ വരാതെ വരുന്നൊരവസ്ഥകളൊക്കെ ഉണ്ടാവില്ലേ. ഈ കല ദൈവികമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ. ആ ഒരു ദൈവിക അംശം ഉള്ളൊരു കലാകാരി അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിൻ്റെ ഒരു അംശം ആ കുഞ്ഞിലുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവൾ അവിടെ നിന്നിപ്പോൾ പാടിയത്. പാടുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് അമ്മയും അച്ഛനും പിടിച്ച് കറക്റ്റ് നിർത്തിയിട്ട് വേണം. പക്ഷേ ആ ട്രാക്ക് അങ്ങോട്ട് പോകുമ്പോൾ അവളുടെ വോയിസ് അതിലേക്ക് കയറുമ്പോൾ ഒരു പിടുത്തവും വേണ്ട, ഒരു ഹെൽപ്പും ഇല്ലാതെ കൃത്യമായിട്ട് അത് വരുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അത് തന്നെയായിരിക്കും ഈ അച്ഛൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ഒരു സമാധാനം. അവരതിലൂടെ സന്തോഷം കണ്ടെത്തുകയാണ്. മോളെ തീർച്ചയായും ലോകം അറിയുന്ന ഒരു വലിയ കലാകാരിയായിട്ട് മാറട്ടെ. മോളെ നന്നായിരുന്നു കേട്ടോ, ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു കുട്ടിയുള്ളോ? ഒരു മോനും കൂടി ഉണ്ട്. മോന് വേണോ? മോമാ സ്റ്റേജിലിട്ടോ, ഓടിയോ. പേരെന്തോ മോന്റെ? ആരോൺ. ഓക്കെ. അച്ഛന്റെ പേര് പറഞ്ഞില്ല അല്ലെ? എന്റെ പേര് ബിജേഷ്. ബിജേഷ്. അമ്മയുടെ പേര്? അനുപമ. ബിജുകുണൻ ചേട്ടാ? അയ്യോ അസാധ്യം എന്നല്ലാണ്ട് വേറെ ഇതിനൊന്നും പറയാനില്ല. വേറെ ഒന്നുമല്ല, അത് ആദ്യം പറയേണ്ടത്, ഇത് സാധാരണക്കാര് എടുക്കാൻ ഭയക്കുന്ന പാട്ടുകളാണ് ആദ്യം തന്നെ പാടുന്നത്. ഭയങ്കര റേഞ്ചുള്ള പാട്ടുകളാണ് ആദ്യം പാടുന്നത്. എന്തായാലും ഭയങ്കര അനുഗ്രഹം. കാരണം മോള് ആദ്യത്തെ പാട്ടില് ഒരു ലിറിക്സില്ലേ, തിരുക്കൈകൾ നീട്ടി എന്നെ അനുഗ്രഹിക്കൂ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞല്ലേ, എന്തായാലും തീർച്ചയായിട്ടും അനുഗ്രഹിച്ചിട്ടുണ്ടാവും. നമുക്ക് നമ്മളെ ഈ പാട്ട് പഠിപ്പിച്ച സാറിനെയും ഒന്ന് വരി എഴുതിയ ടീച്ചറിനെയും ഒന്ന് വിളിക്കാം. ഒന്ന് വരൂ. അപ്പോ അങ്ങനെ ആദ്യത്തെ പാട്ട് പഠിപ്പിച്ചു അല്ലേ? ആദിത്യൻ കഴിഞ്ഞതായിപ്പോ ഇനി അടുത്തത് ടീച്ചറാണ് വരികൾ എഴുതിയത് അല്ലേ? രണ്ടിന്റെയും വരികൾ എഴുതിയത് ടീച്ചറാണ്. ടീച്ചറിന്റെ പേരെന്താണ്? ഞാൻ ശ്രീലത രാജു, കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ MSc നേഴ്സാണ്. അവിടുത്തെ CNE കോർഡിനേറ്ററും യോഗ ടീച്ചറും കൂടിയാണ്. എൻ്റെ മൂന്നാമത്തെ ആൽബം അടുത്ത വർഷം 2018 പുറത്തിറങ്ങും, നീലാംബരി. അതിൽ അനന്യമോൾക്ക് വീണ്ടും ഒരു പാട്ട് കൂടിയുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ നമ്മുടെ ഈ ആൽബം ഇതിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള ലാഭം എന്ത് തന്നെ ആയാലും, ലാഭം മാത്രമല്ല വരവ് തന്നെ എന്ത് തന്നെ ആയാലും ഞങ്ങളത് ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് അതിലൊരു തുക മാറ്റിവെക്കുന്നുണ്ട്. കൂടാതെ കോട്ടയം മെഡിക്കൽ കോളേജിനടുത്ത് സാന്ത്വനം എന്ന് പറയുന്ന ഒരു പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അനാഥ മന്ദിരമുണ്ട്. അതൊരു ആനിബാബു ചേച്ചിയാണ് നടത്തുന്നത്. അവർക്ക് വേറെ ഫണ്ടുകളൊന്നുമില്ല. അപ്പം ഒരു തുക അതിലേക്കും കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഈ സ്പെഷ്യൽ സ്കൂളിൽ പോകുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മുഖം കാണുന്നത് ഇവരിലാണ്. ആത്മാവും ഹൃദയവും. ഇവരിൽ കുശുമ്പില്ല, കുന്നായ്മയില്ല, ദേഷ്യമില്ല, ഒന്നുമില്ല. അവരൊരു സ്വതന്ത്രമായൊരു സ്വർഗീയ ലോകത്ത് ജീവിക്കുകയാണ്. ഞാൻ അഭിനന്ദിക്കുന്നത് അനന്യേക്കാൾ കൂടുതൽ മാതാപിതാക്കളാണ്. നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. ഞാൻ പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിന്റ് എന്ന് പറയുന്ന ചിത്രത്തിൽ ഒരു ഡയലോഗ് ഉണ്ട്, പുണ്യാളൻ മമ്മൂക്കയോട് പറയുന്നത്, സ്വർണം കൊണ്ട് ദൈവത്തിന് ഗോപുരം പണിയുന്നവരല്ല, ഒരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നവനാണ് പുണ്യവൻ. ഇത് ഗോഡ്സ് ഗിഫ്റ്റാണ്. ദൈവത്തിന്റെ മുഖമാണ് അനന്യക്ക്. അപ്പൊ ഇനി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വേറെ നോക്കി പ്രാർത്ഥിക്കണം, അനന്യനെ നോക്കി പ്രാർത്ഥിച്ചാൽ മതി. സത്യം അല്ല, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക, അനന്യനെ നോക്കി പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ അനുഗ്രഹം കൂടുതൽ, ഒരുപടി കൂടുതൽ കിട്ടും എന്നുള്ള യാതൊരു സംശയമില്ല. ഗോഡ് ബ്ലെസ്. അനന്യക്കുട്ടി എവിടെ പോടും? ഒരു പാട്ടും കൂടി പാടുവോ? ഒറ്റ പാട്ടും കൂടി പാടിത്തരോ? ആദ്യം ഗിഫ്റ്റ് കൊണ്ടുവരും. മോൾക്ക് വേണ്ടി ഒരു സമ്മാനം ഉണ്ട് കേട്ടോ. സെക്യൂരിറ്റി സൊല്യൂഷൻസിന്റെ ക്യാമറ. നോർത്ത് റിപ്പബ്ലിക് ഷർട്ട്സ് അച്ഛന് കൊടുക്കുവോ? താങ്ക് യു.
ഒരു പാട്ടും കൂടി പാടിത്തരുമോ? ഒറ്റ പാട്ടും കൂടി. കൈ കുടന്ന നിറയെ തിരുമധുരം തരും കുറുനിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളർന്ന വഴിയിലൂടെ വരുമോ വസന്തം. കൈ കുടന്ന നിറയെ തിരുമധുരം തരും കുറുനിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളർന്ന വഴിയിലൂടെ വരുമോ വസന്തം. കൈ കുടന്ന നിറയെ തിരുമധുരം തരും. ബാക്കി മുരളി പാടണം. വേനൽപ്പാടം കടന്നെത്തുമീ രാത്രി രാത്തിങ്കളാ നീയൊരുക്കേ കനിവാർന്ന വിരളാ അണിയിച്ചതാരേ കനിവാർന്ന നിഴലായി അണിയിച്ചതാരേ അലിവിന്റെ കുളിരാർന്ന ഹരിചന്ദനം തിരുമധുരം തരും കുറുനീളം പൂവിൻ കിളിപ്പാട്ടുമായി ഇതളഴിഞ്ഞ വഴിയിലൂടെ വരുമോ വസന്തം. കൈക്കുടന്ന നിറയെ തിരുമധുരം തരും. എന്താ അറിയോ? നിങ്ങൾക്ക് പാട്ട് മാത്രല്ല അത്യാവശ്യം കുസൃതിയും കയ്യിലുണ്ട് കേട്ടോ. അവൾ അതിന്റെ ഇടയിൽ പാടില്ല എന്ന് പറഞ്ഞ ആളെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടോണ്ട്. അത് മാത്രല്ല ആ മറ്റേ ഇത് വരുന്ന സ്ഥലത്ത് മാത്രമേ പാടുള്ളൂ. അതെ, ബാക്കിയുള്ള ആ പകുതിന്ന് ഋതം പോയിട്ട് ഒരു കരോക്കയില് അവിടെ നിന്നൊക്കെ തുടങ്ങി. അയ്യോ, എല്ലാവരും അനന്യക്ക് വേണ്ടിയിട്ട് ഒരു ഉഗ്രം കൈയടി. മുരളി സാറിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, പാട്ട് എഴുതിയ ചേച്ചിക്ക് വേണ്ടി എല്ലാവർക്കും